വ്യാപക കൃഷിനാശം വരുത്തി കാട്ടാനക്കൂട്ടം. ഗത്യന്തരം നഷ്ടപ്പെട്ട് കർഷകർ. രണ്ടാഴ്ചക്കിടെ ഒരു ഗ്രാമത്തിൽ മാത്രം വരുത്തിയത് 60 ലക്ഷം രൂപയോളം നാശനഷ്ടം. ശീതകാല പച്ചക്കറി ഉൽപാദന കേന്ദ്രമായ കാന്തല്ലൂർ മേഖലയിലാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. ഇടുക്കി മാവട്ടം ദേവികുളം താലൂക്ക് കാന്തല്ലൂർ വില്ലേജിലെ ഒരു കൃഷിക്കാരനാണ് പറയുന്നത്. കൃഷി ഞങ്ങൾ വിളവെടുത്ത് ആച്ചിൽ പോയി തമിഴ്നാട്ടിലെ വിതം വിത്ത് ഉരം മേടിച്ചുകൊണ്ട് വരും. അത് 400 രൂപ ഒരു കിലോ വിത്തിന്. അത് ഒരു 100 കിലോക്ക് 40 രൂപ ഉണ്ട് ചിലവ്. അതിൽ അവിടെ നിന്ന് വണ്ടിയായിട്ട് വരുന്നത് 1000 രൂപ ചിലവുണ്ട്. 200 കിലോ മേടിക്കുവാണെങ്കിൽ 80,000 രൂപ വിത്തിന് കാശ് കൊടുക്കണം, ചിലവൊക്കെ 5000 രൂപ കൊടുക്കണം. ഇതെല്ലാം മേടിച്ച് വീട്ടിൽ വന്ന് വെച്ച് വിത്തുകളെ ഫലപ്പെടുത്തി നടുമ്പോൾ 1 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് വിത്തിന് മാത്രം. വേറെ പണിക്കാശ് 1 ലക്ഷം രൂപ, മരുന്ന് വളം എല്ലാം ഇട്ട് രാത്രി പകലായി കാട്ടിൽ ഇരുന്നിട്ട് ഇത് കൃഷിയിട്ട് എന്തെങ്കിലും 10 രൂപ പിള്ളേർ വെളിയെ പഠിക്കണം, സ്കൂളിൽ പഠിക്കണം. ഞങ്ങളും കഞ്ചി കുടിച്ച് പോകുന്നത് വ്യവസായത്തെ നമ്പിയാണ് ഇവിടെ ഉള്ള ആൾക്കാർ. ഞങ്ങൾ കൃഷിക്കാർ മൊത്തം ഇരിക്കണേ. ഇത് കൃഷി ഇങ്ങനെ വന്നിട്ട് കാട്ടുപന്നി ആണ ഇതെല്ലാം പച്ചക്കറി ഇട്ടാൽ ആണ് പന്നിയും മാണും ഇട്ട് തരും. ഇത് ആണ കളിക്കാതെ സാധനം നോക്കി ഞങ്ങൾ കൃഷി ഇട്ടു. ആണ കളിക്കാതെ സാധനം ഇട്ടാൽ പൂറ വന്ന് കാട്ടിൽ രാത്രി തമ്മടിച്ച് ഇരുന്ന് ആണ വിളാട്ട് തളമ്പോൾ ആക്കി കൃഷി നടത്താൻ മൊത്തം നാശമാക്കിയിട്ട് പോയി. അപ്പോൾ ഇതിലുള്ള ലാഭനഷ്ടം 2 ലക്ഷം രൂപ എനിക്ക് മാത്രം വരുന്നുണ്ട്. കാന്തല്ലൂർ, കിളാന്തൂർ, പെരുമല, പുത്തൂർ, കൂണാതപുരം, കൊളച്ചുവേലി ഇവർ 5 ഊർക്കും കോടിക്കണക്കിലെ 50 കോടി രൂപയ്ക്കുള്ള സ്വത്ത് ആണ അളിച്ചു. ഒരു 10 എണ്ണം ആണ മാത്രം ഉണ്ട്. ഈ ആണ വന്നിട്ട് കോടിക്കണക്കുള്ള രൂപ നഷ്ടമാക്കിയിട്ട് പോയി. നാളെ ഉദ്യോഗസ്ഥക്കാരോ രാഷ്ട്രീയക്കാരോ ഇതിൽ മുൻഗണന എടുക്കുന്നില്ല. ഉദ്യോഗസ്ഥക്കാർ മൂറ രാഷ്ട്രീയക്കാർക്ക് പണിയെടുക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർ മൊത്തം മുതലാളികൾക്ക് പണിയെടുക്കുന്നുണ്ട്. കൃഷിക്കാരവോ ഇവിടെയുള്ള നാട്ടുമക്കളവോ അവർ തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു പണി എടുക്കുന്നില്ല. ഇവിടെ ആൾക്കാർക്ക് കൃഷിയായിട്ട് കൃഷി ഓഫീസർ നമ്മൾക്ക് കൃഷി മന്ത്രി 2 പ്രാവശ്യം എനക്കറിഞ്ഞ് ഇവിടെ വന്നിട്ട് വെജിറ്റബിൾ മാളയും പൊണ്ണാടയും പോയിട്ട് കൃഷിക്കാരെ വന്നിട്ട് ഇവിടെ 2 പ്രാവശ്യം ഇവിടെ വന്ന് മാളയിട്ട് 2 മന്ത്രി, ഒന്ന് സുനിൽ കുമാർ, ഇനി രാജു, ഇവരൊരു മന്ത്രി, ഇവർ 2 പേര് ഇവിടെ വന്ന് കോറ്റിക്കുറുപ്പ് VSK സാധനമണി വന്ന് പച്ചക്കറി എടുത്തുകൊണ്ടുണ്ട്. അവർ വെജിറ്റബിൾ മാളയിടാൻ മാത്രം ഇവിടെ വരുന്നുണ്ട്, കൃഷിക്കാരെ നോക്കാൻ വരുന്നില്ല. രാഷ്ട്രീയക്കാർ മൊത്തം മുതലാളിക്ക് മാത്രം സപ്പോർട്ട്, കൃഷിക്കാർക്ക് ഒരു സപ്പോർട്ടില്ല, ഉദ്യോഗസ്ഥക്കാരും സപ്പോർട്ടില്ല. പറഞ്ഞാൽ ഞങ്ങൾക്ക് മേലിടത്തുനിന്ന് ആർഡറിലാണ് പറയുക. ഞങ്ങൾക്ക് മൊത്തം ഇപ്പോൾ കോടിക്കണക്കിന് നഷ്ടം പോയി. 5-6 ഊരിന് കാന്തല്ലൂർ, കിളാന്തൂർ, പെരുമല, പുത്തൂർ, കൂണാതപുരം, കൊളച്ചുവേലി ഈ 5 ഊർക്കും ചേർന്ന് 10-50 കോടി രൂപയിലെ സ്വത്ത് അളിച്ച് ആണ നശിപ്പിച്ചു. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തോ ഒരു സപ്പോർട്ട് ഇല്ല. ആന ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വനപാല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ എന്നാ പറയാ? അവർ താഴെ 15 കിലോമീറ്റർ താഴെയാ ഇരിക്കണേ. ഞങ്ങൾ ആന വന്ന് നശിച്ചു പോയി വിളിച്ചാലും വരുന്നില്ല. ആന കാട്ടിൽ ഉണ്ട്, വനത്തിൽ ഉണ്ടിന് മാത്രം വന്ന് നോക്കിണ്ട് പോകും. അതിലുള്ള ഒരു മുൻഗണന എടുക്കുന്നില്ല ആനയ്ക്ക്. അവർ വന്നാൽ നോക്കിയിട്ട് നിങ്ങൾ ആണെടുത്ത് പോகிறதுன்னு മാത്രം ഉണ്ട്. അതിൽ മേലധികാരി അവർ വന്ന് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾക്ക് പറയുന്ന വാക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് മേലെ വലിയ മന്ത്രിയും വലിയ ഉദ്യോഗസ്ഥരും ഉണ്ട്, അവർ ഞങ്ങളടുത്ത് ഒന്നും പറയുന്നില്ല. ആണയെ സൂക്ഷിച്ച് നോക്കണമെന്നാ പറഞ്ഞേക്കണേ. ഞങ്ങളടുത്ത് ഏത് സ്ഥലത്ത് പോയാലും ആണയെ നോക്കിയോളെന്നാ പറഞ്ഞേക്കണേ. അങ്ങനെയാണ് നമ്മളടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ കൃഷിയെല്ലാം ഉപയോഗിച്ച് തമിഴ്നാടോ എവിടെയോ പോയി പണിയെടുക്കാൻ പോകുക. പിള്ളേർ പഠിക്കാൻ കാശില്ല, കഞ്ഞി കുടിക്കാൻ കാശില്ല. ഇത് കൃഷി മാത്രം. ഞങ്ങൾക്ക് വേറെ ജോലിയേ അറിയില്ല. വേറെ മുതലാളികൾക്ക് പണമുണ്ട്, വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൃഷി വിട്ട് പണിയുന്നുണ്ട്. അവർക്കാണ് രാഷ്ട്രീയക്കാർ മൊത്തം, എല്ലാ രാഷ്ട്രീയക്കാരും അവർക്കാണ് സപ്പോർട്ട്. കൃഷിക്കാരെ തിരിഞ്ഞു നോക്കില്ല. ഇനി നാളെ ഓണച്ചന്ത വരുന്നുണ്ട്. പച്ചക്കറി മാളയിടാൻ വേണ്ടിയിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും രാഷ്ട്രീയക്കാരും ഒന്നിച്ച് പച്ചക്കറി ഉണ്ടോ വെളുത്തുള്ളി ഉണ്ടോ ഇന്ന് മേടിക്കാൻ വരും. അവർ ആ സമയം ഏത് പച്ചക്കറിയാണ് കിട്ടും? ആണയെ ഇവിടെ വന്ന് ഓടിച്ചു വിട്ട് എല്ലാം അതൊക്കെ ഒന്നും തിരിച്ചു പറയില്ല. പറയുടെ വിട്ട് ഈ ഓണച്ചന്തയായിട്ട് കൃഷിക്കാരോ ഉദ്യോഗസ്ഥരോ വന്നാൽ ഇവിടെ നിന്ന് നാട് വിട്ട് വിരട്ടി അടിക്കും ഉദ്യോഗസ്ഥക്കാരെ. കൃഷി സ്ഥലത്ത് വന്ന് ആര് കൃഷി ഡിപ്പാർട്ട്മെൻറ്റോ ഫോറസ്റ്റ് ഡിപ്പാർട്ടോ വന്ന് നോക്കി എന്തെങ്കിലും ഒരു നടപടി ഒന്നും ഇതുവരെയ്ക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നോക്കി ഇതിക്കുള്ള നാശനഷ്ടം എനക്ക് മാത്രം തന്നെ 2 ലക്ഷം രൂപ ഉണ്ട്. ഈ 5 ഊരും 10-50 കോടി രൂപയ്ക്കുള്ള സ്വത്ത് കൃഷി മൊത്തം നശിപ്പിച്ചു. ഇത് ആണയ്ക്ക് അറിയാം. അവരെ പെരിയ മുതലാളിയുടെ തോട്ടത്തിൽ കയറുന്നില്ല, കൃഷിക്കാർ തോട്ടത്തിൽ മാത്രം കയറുന്നുണ്ട്. അവർ പെരിയ രാശി അവൻ സോളാർ ഇട്ടുന്നുണ്ട്,
1 ലക്ഷം 2 ലക്ഷം ഇട്ട് സോളാർ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കുന്നുണ്ട്. ഇലക്ട്രിക് വിട്ടുണ്ട്. അവനക്ക് സബ്സിഡിയും ബാങ്കിൽ കൊടുക്കുന്നുണ്ട്. ഈ പാവപ്പെട്ടക്കാർക്ക് സോളാർ ഇട്ടും കൊടുക്കുന്നില്ല, ബാങ്കിൽ ലോണും ഇല്ല. നമുക്ക് ഇതിന് പരിഹാരമായിട്ട് എന്ത് പറയാൻ പറ്റും? ഈ വന്യമൃഗങ്ങൾ കൃഷിക്കാട്ടിൽ കയറുന്നത് എങ്ങനെ തടയാൻ പറ്റും? തടയാടാ, അവർ ഫോറസ്റ്റ് മേഖലയിലെ സോളാർ ഇട്ട് ആണെ തടയണം. അവർ AC റൂമിൽ ഇരുന്നിട്ട് ഫോറസ്റ്റുകാർ ശമ്പളം മേടിക്കുന്നില്ല, ഇതെല്ലാം ആണെ ഓടിക്കാൻ അന്തന്ത ആണ വരുന്ന സ്ഥലത്ത് ഫോറസ്റ്റുകാർ നിൽക്കുന്നു. ഞങ്ങൾക്ക് പണിയില്ലാതെ ഇല്ലെന്ന് ശമ്പളം ഫോറസ്റ്റുകാർ മൊത്തം ഊണിപ്പാണ് ഇട്ടിട്ട് അവർ വേറെ ജോലിക്ക് പോയിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് ഊണിപ്പാണ് ഇട്ടിട്ട് ഞങ്ങൾ ആണെ ഓടിക്കാൻ നിൽക്കാം. ഞങ്ങൾ ഊർക്കാർ മൊത്തം നിൽക്കാം. ഫോറസ്റ്റ് ഊണിപ്പാണും ഞങ്ങൾക്കുള്ള പവറും തന്നാൽ ഞങ്ങൾ ആണ ഓടിക്കാൻ നിൽക്കാം. അവർക്ക് പണിയെടുക്കുക. അവർ AC റൂമിലേ ഇരുന്നവരാ, ഫാൻ കാത്തിലിരുന്നവരാ, അവർ കാട്ടിനകത്ത് ആണ ഓടിക്കാൻ വരില്ല. അപ്പൊ ആ ഊണിപ്പാണും എങ്ങൾക്കുള്ള പവർ ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ ആണെ ഓടിച്ചോളാം. ഈ പുത്തൂർ ഗ്രാമത്തിൽ മാത്രം എത്രത്തോളം കർഷകരുണ്ടാകും? 120 പേരുണ്ട്. കൃഷിക്കാർ മാത്രം, പച്ചക്കറി എല്ലാ കൃഷി, വാള. ഇവരെല്ലാരും തന്നെ കുറഞ്ഞ പക്ഷം 1 ലക്ഷം രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ട്. വൻ വലിയ ആളുകൾ 2-3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയ്ക്ക് മുടക്കിയിട്ടുണ്ട്. എന്റെ ഭാഗത്ത് മാത്രം ഞാൻ പറയുന്നുണ്ട് 2 ലക്ഷമാണ്. ആകെ മൊത്തം പ്രതീക്ഷയുള്ളത് മറ്റു കൃഷികളെക്കാളും വെളുത്തുള്ളി മാത്രമാണ്. അതാണ് ഇത്ര വെളുത്തുള്ളി മാത്രം. ഇത് മാണും പന്നിയും തൊടില്ല. ഇത് പച്ചക്കറി ഇട്ട മാണും കാട്ടുപന്നിയും കാട്ടുമാണും വന്ന് അളിച്ചുകൊണ്ട് പോകും. ഈ വെളുത്തുള്ളി ഏത് മൃഗവും കളിക്കില്ല. ആണ വന്ന് ചവിട്ടിയാണ് നാശം വാങ്ങുന്നത്. ഇതിന് വേണ്ടിട്ട് വെളുത്തുള്ളിക്ക് എല്ലാവരും മാറിയാക്കണ. വരത്തില് 3 കൃഷി ഇട്ടിട്ടുണ്ടാ, പച്ചക്കറി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങൊക്കെ. പുത്തൂർ ഗ്രാമത്തിൽ മാത്രം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 110ഓളം കർഷകരുടെ വെളുത്തുള്ളി പാടമാണ് നിലംപരിശാക്കിയിരിക്കുന്നത്. ഓരോ കർഷകനും 1 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് മുതൽ മുടക്കി കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഗ്രാമത്തിൽ മാത്രം 60 ലക്ഷം രൂപയിലധികം നാശനഷ്ടം വരുത്തിയിരിക്കുകയാണെന്നാണ് കണക്ക്. ഓണച്ചന്ത പ്രതീക്ഷിച്ചാണ് വ്യാപകമായി കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇതിനായുള്ള വെളുത്തുള്ളി വിത്ത് തമിഴ്നാട്, വടുകുപെട്ടി, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നുമാണ് എത്തിച്ചിരിക്കുന്നത്. 1 കിലോ വെളുത്തുള്ളി വിത്തിന് 250 രൂപ മുതൽ 320 രൂപ വരെയാണ്. ഇത് കാന്തല്ലൂരിൽ എത്തിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചാർജ്, കൃഷി ഇറക്കുന്നതിനായുള്ള പണിക്കൂലി എന്നിവ വേറെയും. ഇത്തവണ വെളുത്തുള്ളിക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കൂടുതലായും കടവും മറ്റും വാങ്ങി കൃഷി ഇറക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം പാതി വളർച്ചയെത്തിയ വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു. പുത്തൂർ ഗ്രാമത്തിലെ M വേലുമണി, M ബാലു, P മണികണ്ഠൻ, M ചന്ദ്രബോസ്, സോമു മണികണ്ഠൻ, ബാലചന്ദ്രൻ, T ഭഗവതി എന്നിവരുടെ പാടമാണ് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നത്. മറ്റു 100ഓളം കർഷകരുടെ വിളകൾ ഭാഗികമായും നശിപ്പിച്ചു. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാൻ വനം വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കർഷകർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.